അസിഡിറ്റി കൂടി അൾസർ ഉണ്ടാകുമോ? ഈ ഒരു സംശയം അസിഡിറ്റിക്ക് മരുന്ന് മേടിക്കാൻ വരുന്ന പലരും നമ്മുടെ അടുത്തൊന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അസിഡിറ്റി ഒരു പരിധി വിട്ട് ശരീരത്തിൽ കാലക്രമേണ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ, അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയറിലെ ദഹനരസങ്ങൾ ഒരുപക്ഷെ കൂടുന്നത് കൊണ്ടും അസിഡിറ്റി ഉണ്ടാവാം, കുറയുന്നത് കൊണ്ടും നമുക്ക് അസിഡിറ്റി ഉണ്ടാവാം. അത് കാലക്രമേണ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അൾസർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. അസിഡിറ്റി എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ദഹനരസം കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അത് വയറിന്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ആമാശയം അഥവാ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ആദ്യമേ ഒരു നീർക്കെട്ട് പോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അൾസറിലേക്ക് ആ സമയത്ത് പോകണമെന്നില്ല. പക്ഷെ ഇത് കാലക്രമേണ ഇങ്ങനെ നമ്മൾ ചികിത്സിക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ കാലക്രമേണ അത് നീണ്ടു നിന്നും അവിടെ അൾസറുകൾ ഉണ്ടാവാം. അൾസർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ആമാശയത്തിന്റെ ഉള്ളിലുള്ള ലൈനിങ്ങിന് ബ്രേക്കേജ് വരികയാണ്. നമുക്കറിയാം, നമ്മുടെ വായിലൊക്കെ പുണ്ണ് വരുന്നത് പോലെ തന്നെ വയറിൽ അതുപോലെ തന്നെ പുണ്ണുകൾ വരുന്നതിനെയാണ് ഈ വയറ്റിലുള്ള അൾസർ എന്ന് പറയുന്നത്. അത്